നാരായണം നമസ്കൃത്യ നരം ജൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. എല്ലാവർക്കും നമസ്കാരം. മഹാഭാരതം വനപർവം വൈഷ്ണവയജ്ഞം. അരമനയിലെത്തിയ ദുര്യോധനൻ അധികമാരെയും കാണാതെയും പുതിയ സംരംഭങ്ങളിൽ ഒന്നും ഏർപ്പെടാതെയും ഏതാനും ദിവസം കഴിച്ചുകൂട്ടി. അതായത് ഘോഷയാത്രയ്ക്ക് പോയിട്ട് തനിക്കേറ്റ അപമാനമൊക്കെ ആലോചിച്ചിട്ട് ദുര്യോധനൻ ഭയങ്കര വിഷമത്തിലാണ്. കാട്ടിൽ വെച്ചുണ്ടായ കയ്പേറിയ അനുഭവങ്ങൾ അവൻ്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു. ഒരു ദിവസം ഭീഷ്മൻ അരമനയിലെത്തി ദുര്യോധനെ കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഉണ്ണി, നീ കാട്ടിലേക്ക് പോയപ്പോൾ അത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു, നീ കേട്ടില്ല. ഞാൻ വിചാരിച്ചതുപോലെ പല അനിഷ്ട സംഭവങ്ങളും അവിടെ നടന്നു. ഒടുവിൽ പാണ്ഡവന്മാരുടെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രം നിനക്ക് ഇവിടെ തിരിച്ചെത്താൻ കഴിഞ്ഞു. ഒരു കണക്കിന് നിന്റെ യാത്ര നന്നായി. നിനക്ക് പാണ്ഡവരുടെ വീരപരാക്രമങ്ങൾ നേരിൽ കണ്ട് ബോധ്യപ്പെടാൻ ഇടയായല്ലോ. അതുപോലെ രണശൂരന്മാരെന്ന് നീ ധരിച്ചിരുന്ന കർണനും ശകുനിയും തോറ്റോടുന്നതും നീ കണ്ടു. ഭീമാർജുനന്മാർ അജയ്യരാണ് എന്ന് നിനക്കിപ്പോൾ ബോധ്യമായില്ലേ? അതുകൊണ്ട് നീ അവരുമായി സഖ്യമുണ്ടാക്കുന്നതാണ് നല്ലത്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിലനിൽപ്പ് ഉണ്ടാവുകയുള്ളൂ. ഭീഷ്മരുടെ വാക്കിന് ദുര്യോധനൻ ഒരു വിലയും കൽപ്പിച്ചില്ല. അദ്ദേഹത്തെ പുച്ഛത്തോടെ നോക്കി ചിരിച്ചുകൊണ്ട് അവൻ ഭീഷ്മരുടെ അടുക്കൽ നിന്നും ഇറങ്ങിപ്പോയി. അവനോടൊപ്പം ഉണ്ടായിരുന്ന കർണനും ശകുനിയും ദുശാസനനും അവനെ അനുഗമിച്ചു. അടുത്ത ദിവസം ദുര്യോധനൻ അവൻ്റെ സഹപ്രവർത്തകരുമായി ഭാവി കാര്യങ്ങളെപ്പറ്റി ആലോചിച്ചു. കർണൻ പറഞ്ഞു, ഭീഷ്മൻ എപ്പോഴും പാണ്ഡവപക്ഷപാതിയാണ്. ആ കിഴവൻ നമ്മെ എപ്പോഴും നിന്ദിക്കുകയും പാണ്ഡവന്മാരെ പ്രശംസിക്കുകയുമാണ് ചെയ്യുന്നത്. എന്നെ അയാൾ സദാ ദുഷിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നു. എനിക്ക് തീരെ സഹിക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ വീര്യം പ്രകടമാക്കാൻ എനിക്കൊരവസരം ഉണ്ടാക്കി തരണം. പാണ്ഡവന്മാർ 4 പേരും കൂടി ജയിച്ച രാജാക്കന്മാരെ ഞാൻ ഒറ്റയ്ക്ക് കീഴടക്കി അവരെ അങ്ങയുടെ സാമന്തന്മാരാക്കാം. അവരിൽ നിന്നും വിലപിടിച്ച സമ്മാനങ്ങളും കപ്പവും വാങ്ങിത്തരാം. ഇതെല്ലാം ദുർബുദ്ധിയായ ഭീഷ്മൻ ഒന്ന് കാണട്ടെ. എനിക്ക് അനുവാദം തന്നാലും. ഔദധ്യത്തോടെ കർണൻ പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ ദുര്യോധനൻ വളരെ സന്തോഷിച്ചു. അവൻ എഴുന്നേറ്റ് കർണനെ ആലിംഗനം ചെയ്തു. കർണൻ അനുമതി നൽകി അവന് വേണ്ട സന്നാഹങ്ങളൊക്കെ ഒരുക്കി കൊടുത്തു. ഇനി ദുര്യോധനന് ചക്രവർത്തി പദം. അനേകായിരം സൈന്യങ്ങളോടും അനവധി ആയുധങ്ങളോടും കൂടിയ കർണന്റെ ദിഗ്ജയയാത്ര ആഴിയുടെ ആർത്തിരമ്പൽ പോലെ ഹസ്തിനപുരിയിൽ മാറ്റൊലികൊണ്ടു. ഭേരീനാദങ്ങളും ശംഖനാദവും സൈന്യങ്ങളുടെ അട്ടഹാസവും തേർചക്രങ്ങളുടെ ആരവവും കേട്ട് ജനങ്ങൾ കോൾമയിർകൊണ്ടു. അവരെല്ലാം കർണന് ഭാവുകങ്ങൾ ആശംസിച്ചു. ചെറിയ രാജ്യങ്ങളിലെ രാജാക്കന്മാരെല്ലാം ഭയപ്പെട്ടു. അവർ കർണന് കീഴടങ്ങി. ദ്രവ്യം കൊടുത്ത് കർണനെ തൃപ്തിപ്പെടുത്തി. ദുര്യോധനന് കപ്പം കൊടുക്കാം എന്നറിയിച്ചു. പ്രബല രാജാക്കന്മാർ ചിലരൊക്കെ കർണനെ എതിർത്തെങ്കിലും കർണൻ അവരെ പരാജയപ്പെടുത്തി. മറ്റുള്ളവർ യുദ്ധം ഒഴിവാക്കുന്നതിന് വേണ്ടി കർണന്റെ ആവശ്യപ്രകാരം ധനം കൊടുത്തുവിട്ടു. അങ്ങനെ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ഭാരതമൊട്ടാകെ ചുറ്റി സഞ്ചരിച്ച് എല്ലാ രാജാക്കന്മാരുടെയും മേൽ ദുര്യോധനന്റെ ആധിപത്യം ഉറപ്പിക്കുന്നതിന് കർണന് സാധിച്ചു. ധാരാളം ധനത്തോടുകൂടി വിജയശ്രീലാളിതനായി അവൻ ഹസ്തിനപുരിയിൽ മടങ്ങിയെത്തി. വീരോചിതമായ രീതിയിൽ ദുര്യോധനാദികൾ അവന് വരവേൽപ്പ് നൽകി. കർണൻ ധൃതരാഷ്ട്രരെയും ഗാന്ധാരിയെയും കണ്ടു. അവർ അവനെ പുത്ര നിർവിശേഷമായ സ്നേഹത്തോടെ ആലിംഗനം ചെയ്തു. അന്നു മുതൽ കർണൻ ദുര്യോധനാദികളിൽ ഒരാളായി കണക്കാക്കപ്പെട്ടു. മേലിൽ ഭീമാർജുനാദികളെ ഭയപ്പെടേണ്ടതില്ല എന്ന് കരുതി അവരെല്ലാം സമാശ്വസിക്കുകയും ചെയ്തു. ദുര്യോധനന് തികച്ചും അപ്രതീക്ഷിതമായി ചക്രവർത്തി പദം ലഭിച്ചു. ഭണ്ഡാരത്തിൽ ആവശ്യത്തിലധികം ധനം കുമിഞ്ഞുകൂടി. അവൻ സന്തുഷ്ടനായി. അവൻ്റെ ഉത്സാഹം വർദ്ധിച്ചു. യുധിഷ്ഠിരൻ നടത്തിയതുപോലെ ഒരു രാജസൂയം നടത്തണം എന്ന മോഹം ദുര്യോധനന് ഉദിച്ചു. സന്തത സഹചരന്മാരായ കർണനോടും ശകുനിയോടും അമാത്യന്മാരോടും മറ്റും ആലോചിച്ചു. എല്ലാവരും പറഞ്ഞു, ഭലേ ഭേഷ്, രാജസൂയം നടക്കട്ടെ. ഉടൻ തന്നെ പുരോഹിതന്മാരെ വരുത്തി. രാജസൂയ മഹായജ്ഞം നടത്തുവാൻ നിവൃത്തിയില്ല. കുരുവംശത്തിൽപ്പെട്ട യുധിഷ്ഠിരൻ രാജസൂയം നടത്തി. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ഒരു കുടുംബത്തിൽപ്പെട്ട 2 ആളുകൾ രാജസൂയം നടത്തി ജീവിച്ചിരിക്കാൻ പാടില്ല. എല്ലാ രാജാക്കന്മാരെയും ജയിച്ചെങ്കിലേ രാജസൂയം നടത്താൻ പാടുള്ളൂ. ദുര്യോധനൻ ഇപ്പോഴും യുധിഷ്ഠിരനെ ജയിച്ചിട്ടില്ല, അവർ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ദുര്യോധനൻ നിരാശനായി. അവൻ കുണ്ഠിതപ്പെട്ടു. തൻ്റെ ആഗ്രഹ നിവൃത്തിക്ക് വേറെ എന്താണ് വഴി എന്ന് പുരോഹിതനോട് ചോദിച്ചു. പുരോഹിതൻ, രാജസൂയത്തിന് തുല്യമായ മറ്റ് യജ്ഞങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് വൈഷ്ണവയജ്ഞം. അത് നടത്തിയാൽ അങ്ങയുടെ യശസ് സ്വർഗത്തിലും എത്തും. എന്ത് അഭീഷ്ടവും ഈ യജ്ഞം കൊണ്ട് സാധിക്കാം. ദുര്യോധന സമാധാനമായി. അദ്ദേഹം സന്തോഷിച്ചു. വൈഷ്ണവയജ്ഞം നടത്താൻ തീരുമാനിച്ചു. ഭീഷ്മൻ, വിതുരൻ, കൃപൻ, ദ്രോണൻ തുടങ്ങിയവരെ വിളിച്ചു വരുത്തി യജ്ഞത്തിൻ്റെ കാര്യം അറിയിച്ചു. യജ്ഞത്തിനുള്ള മുഹൂർത്തം നിശ്ചയിച്ചു.
അതിനു വേണ്ട ഏർപ്പാടൊക്കെ ചെയ്തു. രാജദൂതന്മാർ വായുവേഗമുള്ള കുതിരപ്പുറത്ത് കയറി നാനാ ദിക്കുകളിലും പോയി രാജാക്കന്മാരെയും ബ്രാഹ്മണരെയും ക്ഷണിച്ചു. പാണ്ഡവന്മാരെ ക്ഷണിക്കുന്നതിനും ദൂതനെ അയച്ചു. അവൻ ദ്വൈതവനത്തിലെത്തി അവരെ ക്ഷണിച്ചു. 13 കൊല്ലം കഴിയാതെ നാട്ടിൽ വരാൻ പാടില്ലെന്ന് പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് യജ്ഞത്തിൽ പങ്കെടുക്കാൻ വരുന്നില്ല എന്ന് യുധിഷ്ഠിരൻ ശാന്തനായി ദൂതനെ അറിയിച്ചു. എന്നാൽ യജ്ഞവിവരം അറിഞ്ഞപ്പോൾ ഭീമന്റെ ക്രോധം ആളിക്കത്തി. 13 കൊല്ലം കഴിഞ്ഞ് യുദ്ധയജ്ഞത്തിൽ പങ്കെടുക്കാൻ വരും എന്നാണ് ഭീമൻ ദൂതനോട് പറഞ്ഞത്. നടന്ന വിവരമൊക്കെ ദൂതൻ ദുര്യോധനെ അറിയിച്ചപ്പോൾ ദുര്യോധനാദികൾ പാണ്ഡവന്മാരെ പറ്റി ഓർത്ത് പരിഹസിച്ച് പറഞ്ഞ് രസിക്കുകയാണ് ഉണ്ടായത്. നിശ്ചിത ദിവസം സ്വർണ്ണക്കലപ്പ കൊണ്ട് നിലം മുഴുത് വെടിപ്പാക്കി ശാല കെട്ടി കുണ്ടങ്ങൾ തയ്യാറാക്കി നിശ്ചിത മുഹൂർത്തത്തിൽ തന്നെ യജ്ഞവും ആരംഭിച്ചു. ധൃതരാഷ്ട്രരും ഗാന്ധാരിയും ഭീഷ്മനും വിതുരനും അരമനയിലുള്ള മറ്റെല്ലാവരും വളരെയധികം സന്തോഷിച്ചു. ഇങ്ങനെയെങ്കിലും ഒരു സൽക്കർമ്മം നടക്കാനിടയായല്ലോ എന്നോർത്ത് ഭീഷ്മനും വിതുരനും സന്തോഷിച്ചു. അന്നദാനത്തിന്റെ ചുമതലയെല്ലാം വിതുരനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതെല്ലാം അദ്ദേഹം ഭംഗിയായി നിർവഹിച്ചു. യജ്ഞം നിർവിഘ്നം സമാപിച്ചു. യാഗാന്ത്യത്തിൽ ചെയ്യുന്ന അപഭൃത സ്നാനം ആർഭാടത്തോടെ ഗംഗയിൽ നടത്തി. ഉചിതമായ ദക്ഷിണ കൊണ്ട് എല്ലാവരെയും തൃപ്തിപ്പെടുത്തി. ദുര്യോധനൻ പരിവാര സമേതം അരമനയിലേക്ക് പോയി. യുധിഷ്ഠിരന്റെ രാജസൂയ യജ്ഞത്തെക്കാൾ കേമമായിരുന്നു ദുര്യോധന്റെ വൈഷ്ണവ യജ്ഞമെന്ന് കൗരവപക്ഷക്കാർ പുകഴ്ത്തി. എന്നാൽ രാജസൂയത്തിന്റെ 14 ഒരംശം പോലും നന്നായില്ല വൈഷ്ണവ യജ്ഞമെന്ന് മറ്റുള്ളവരും പറഞ്ഞു. ഇനി കർണന്റെ സത്യപ്രതിജ്ഞ. വിജയിയായി അഹങ്കാരപ്രമത്തനായി അരമനയിൽ മടങ്ങിയെത്തിയ ദുര്യോധനെ കർണൻ ആശ്ലേഷിച്ചു. അവൻ പറഞ്ഞു, വൈഷ്ണവയജ്ഞത്തിന്റെ വിജയം കണ്ട് കൺകുളിർത്ത് എനിക്ക് മേലിൽ അങ്ങ് രാജസൂയയാഗം നടത്തുന്നതും കാണാൻ ഇടയാകട്ടെ. ഈ അവസരത്തിൽ ഞാനിതാ സത്യം ചെയ്യുന്നു, അർജുനനെ കൊല്ലുന്നതുവരെ ഞാൻ അന്യനെ കൊണ്ട് എൻ്റെ കാൽ കഴിയിക്കുകയില്ല. അതുവരെ ഞാൻ മാംസം ഭക്ഷിക്കുകയോ മദ്യം കുടിക്കുകയോ ചെയ്യില്ല. ആരെങ്കിലും വന്ന് എന്നോട് എന്തെങ്കിലും ഇരുന്നാൽ ഞാൻ ഇല്ലെന്ന് പറയുകയുമില്ല. കർണന്റെ സത്യപ്രതിജ്ഞ കേട്ടപ്പോൾ ധാർത്തരാഷ്ട്രന്മാർ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അർജുനനെ വധിച്ചെന്നും പാണ്ഡവന്മാരെ തോൽപ്പിച്ചുവെന്ന് സങ്കല്പിച്ച് അവർ നിസ്സീമമായി ആഹ്ലാദിച്ചു. ഹസ്തിനപുരിയിൽ നടന്ന കാര്യങ്ങളെല്ലാം ചാരന്മാർ മുഖേന പാണ്ഡവന്മാർ അറിഞ്ഞു. അർജുനനെ വധിക്കുമെന്ന് കർണൻ ശപഥം ചെയ്ത വാർത്ത യുധിഷ്ഠിരന്റെ മനസ്സിനെ അത്യധികമായി അസ്വസ്ഥമാക്കി. തന്മൂലം അദ്ദേഹത്തിന് നിദ്രാഭംഗം പോലും ഉണ്ടായി. അങ്ങനെയിരിക്കുമ്പോൾ അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. ദ്വൈതവനത്തിലെ മൃഗങ്ങളെല്ലാം കൂടി തൻ്റെ മുന്നിൽ വന്ന് പാണ്ഡവന്മാർ വേട്ടയാടുന്നതു മൂലം തങ്ങളുടെ വംശം അറ്റുപോകാറുണ്ടെന്നും അതിൽ നിന്ന് അറ്റുപോകാറായെന്നും അതിൽ നിന്ന് തങ്ങളെ രക്ഷിക്കണമെന്നും ധർമ്മപുത്രനോട് അപേക്ഷിക്കുന്നതായിട്ടായിരുന്നു അദ്ദേഹം കണ്ട സ്വപ്നം. കാലത്ത് ഉണർന്നെഴുന്നേറ്റപ്പോൾ താൻ കണ്ട സ്വപ്നത്തെപ്പറ്റി യുധിഷ്ഠിരൻ സഹോദരന്മാരോട് പറഞ്ഞു. ഇനിയും കുറച്ചു കാലം കാമികവനത്തിൽ പോയി പാർക്കാമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. എല്ലാവരും സമ്മതിച്ചു. താമസിയാതെ അവരെല്ലാവരും കാമികവനത്തിലെത്തി. തൻ്റെ വീഴ്ച കൊണ്ട് സഹോദരന്മാരും പാഞ്ചാലിയും അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെ പറ്റി ധർമ്മപുത്രൻ ബോധവാനായിരുന്നു. അതുമൂലം അദ്ദേഹം ദുഃഖിതനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മനോഗതം നല്ലതുപോലെ അറിയാമായിരുന്ന സഹോദരന്മാരും പാഞ്ചാലിയും അവരുടെ ദുഃഖം പുറത്തു കാണിച്ച് യുധിഷ്ഠിരനെ കൂടുതൽ വിഷമിപ്പിക്കരുത് എന്നുള്ള നിലയിലാണ് വെച്ചു കൂട്ടിയിരുന്നത്. ഇതിനിടയ്ക്ക് 11 വർഷം കഴിഞ്ഞു പോയിരുന്നു. തങ്ങളുടെ കഷ്ടസ്ഥിതിയിൽ നിന്നും മോചനം നേടുന്നതിന് ഇനിയും അല്പകാലം കൂടി മാത്രമേ ഉള്ളുവല്ലോ എന്ന സമാശ്വാസം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്രകാരം ഇരിക്കെ ഒരു ദിവസം വ്യാസഭഗവാൻ കാമ്യവനത്തിലെത്തി. തങ്ങളുടെ പിതാമഹനും ഋഷിവര്യനുമായ വ്യാസനെ കണ്ടപ്പോൾ പാണ്ഡവന്മാരെല്ലാം അത്യധികമായി ആഹ്ലാദിച്ചു. അവർക്കെല്ലാം അദ്ദേഹത്തിൻ്റെ ആഗമനം നവോന്മേഷം നൽകി. വേദവ്യാസനെ യഥായോഗ്യം പൂജിച്ചിരുത്തിയതിനു ശേഷം പാണ്ഡവന്മാരും പാഞ്ചാലിയും അദ്ദേഹത്തിൻ്റെ സമീപം ആസനസ്ഥരായി. കാട്ടിലെ ജീവിത രീതി കൊണ്ട് ക്ഷീണിതരായി മെലിഞ്ഞിരിക്കുന്ന തൻ്റെ പൗത്രന്മാരെ കണ്ട് വ്യാസന്റെ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹത്തിൻ്റെ തൊണ്ട ഇടറി. അദ്ദേഹം ഗൽഗത്തോടെ പറഞ്ഞു, യുധിഷ്ഠിര, സുഖവും ദുഃഖവും മനുഷ്യൻ മാറി മാറി അനുഭവിക്കുന്നു. കർഷകൻ വിത്ത് വിതച്ചിട്ട് ഫലത്തെ കാത്തിരിക്കുന്നത് പോലെ മനുഷ്യൻ അവൻ്റെ പ്രാരബ്ധ കർമ്മഫലമായ സുഖദുഃഖങ്ങളെ കൈക്കൊള്ളുവാൻ ഒരുങ്ങിയിരിക്കണം. സത്യം, ദാനം, ധർമ്മം, തപസ് എന്നിവയൊക്കെ അനുഷ്ഠിച്ച് ജീവിക്കുന്നവൻ എല്ലാ ദുഃഖങ്ങളെയും തരണം ചെയ്ത് പരമപദത്തിലെത്തും. ധനം സമ്പാദിക്കുന്നതിനാണ് എല്ലാവരുടെയും ശ്രമം. അങ്ങനെയുള്ള ധനം കൈവിട്ട് കളയുന്നതിന് ആർക്കും മനസ്സില്ല. അതുകൊണ്ട് ദാനം ചെയ്യുക എന്നുള്ളത് വളരെ ദുഷ്കരമായ കാര്യമാണ്. എന്നാൽ മനോവിശുദ്ധിയോടെ അല്പം മാത്രം ദാനം ചെയ്താലും പരലോകത്തിൽ ആ ദാനത്തിന് അനന്തമായ ഫലം കിട്ടും. ഒരു പാത്രം അരി കൊടുത്ത് വലിയ ഫലം നേടിയ മുൽഗലിൻ്റെ കഥ ഇതിന് ഉദാഹരണമായി ഞാൻ പറയാം. ഇനി മുൽഗലിൻ്റെ കഥ. എല്ലാവരും കഥ കേൾക്കുന്നതിന്
ഔത്സുക്യം പ്രകടിപ്പിച്ചു. വ്യാസൻ കഥ പറയാൻ തുടങ്ങി. മുൽഗലൻ സാധുവായ ഒരു ബ്രാഹ്മണനായിരുന്നു. വയലുകളിലും വഴിയിലും പൊഴിഞ്ഞു വീണ് കിടക്കുന്ന നെന്മണികൾ പെറുക്കിയെടുത്ത് അന്നന്ന് കിട്ടുന്ന ധാന്യം കൊണ്ട് അവനും കുടുംബവും വിശപ്പടക്കി പോന്നു. അവൻ സത്യമേ പറയുമായിരുന്നുള്ളൂ. ആരെയും സൽക്കരിക്കുമായിരുന്നു. ആരോടും അസൂയ ഇല്ലായിരുന്നു. പഞ്ചേന്ദ്രിയങ്ങളെയും അടക്കി മനസ്സിനെ നിയന്ത്രിക്കുന്നതിനുള്ള കഴിവ് അവനുണ്ടായിരുന്നു. ഉള്ളതുകൊണ്ട് സംതൃപ്തനായിരുന്നു അദ്ദേഹം. അമാവാസിയിലും പൗർണമിയിലും ഉപവാസവും യജ്ഞവും നടത്തും. യജ്ഞാനന്തരം അതിഥി പൂജയും ഉണ്ടാവും. അതിഥി സൽക്കാരം അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു. വരുന്ന അതിഥികൾക്കൊക്കെ ആഹാരം കൊടുക്കും. എത്ര കുറച്ച് അരി മാത്രമേ പാകം ചെയ്തുള്ളൂവെങ്കിലും വരുന്ന അതിഥികൾക്കൊക്കെ കൊടുക്കാൻ അത് തികയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ത്യാഗമഹിമ കൊണ്ടാണ് ഇപ്രകാരം കഴിയുന്നത് എന്ന് അദ്ദേഹത്തെ അറിയുന്ന ജനങ്ങൾ വിശ്വസിച്ചു. മുൽഗലിൻ്റെ ദാനശീലത്തെയും അതിഥി സൽക്കാരപ്രിയത്തെയും പറ്റി കേൾക്കാനിടയായ ദുർവാസവ മഹർഷി മുൽഗലിനെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം ഒരു ദിവസം മുൽഗലൻ്റെ വീട്ടിലെത്തി. തനിക്ക് വല്ലാതെ വിശക്കുന്നു എന്നറിയിച്ചു. തനിക്കും കുടുംബാംഗങ്ങൾക്കും കരുതിയിരുന്ന ആഹാരം മഹർഷിക്ക് കൊടുത്തു. അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആഹാരവും ഭക്ഷിച്ചു കഴിഞ്ഞപ്പോഴേ മഹർഷിക്ക് തൃപ്തിയായുള്ളൂ. മഹർഷി മുൽഗലിനോട് യാത്ര പറഞ്ഞുപോയി. മുൽഗലനും കുടുംബവും അന്നേ ദിവസം പട്ടിണി കിടക്കേണ്ടി വന്നു. എങ്കിലും അയാൾക്ക് മുനിയോട് കോപമോ നിന്ദയോ ഒന്നും ഉണ്ടായില്ല. അടുത്ത ദിവസവും അതുപോലെ വയലിൽ പോയി ധാന്യങ്ങൾ പെറുക്കിയെടുത്ത് കൊണ്ടുവന്ന് ആഹാരം കഴിച്ചു. ദുർവാസവ പിന്നീട് പലപ്പോഴും മുൽഗലൻ്റെ വീട്ടിൽ വന്നു. അപ്പോഴൊക്കെ മുൽഗലൻ അദ്ദേഹത്തെ ബഹുമാനത്തോടെ സ്വീകരിക്കുകയും പൂജിക്കുകയും ആഹാരം നൽകി സൽക്കരിക്കുകയും ചെയ്തു. മഹർഷി വരുന്ന ദിവസങ്ങളിലൊക്കെ മുൽഗലനും കുടുംബവും പട്ടിണി കിടക്കേണ്ടി വന്നു. ദുർവാസവ വീണ്ടും ഒരു ദിവസം വന്നു. അന്ന് അദ്ദേഹം ഒരു ഭ്രാന്തനെ പോലെയാണ് വന്നതും പെരുമാറിയതും. ജടയും മുടിയുമെല്ലാം അഴിച്ചിട്ട് ശരീരം ആകമാനം ചെളിപുരട്ടി നഗ്നനായി വന്ന മഹർഷിയെ പതിവ് പോലെ അത്യാദരവോടുകൂടി മുൽഗലൻ സ്വീകരിച്ച് ഉപചരിച്ചു. അവൻ കോപിച്ചില്ല. അവന് മുനിയോട് വെറുപ്പ് തോന്നിയില്ല. അദ്ദേഹത്തിൻ്റെ മഹത്വത്തിന് എന്തെങ്കിലും ഊനം സംഭവിച്ചതായും മുൽഗലന് തോന്നിയില്ല. ദുർവാസാവിൻ്റെ പെരുമാറ്റത്തിലും യാതൊന്നും വിശേഷവിധിയായി മുൽഗലൻ ദർശിച്ചില്ല. മഹർഷി പതിവ് പോലെ ആഹാരം കഴിച്ചു. മിച്ചമുണ്ടായിരുന്നത് എടുത്ത് തൻ്റെ ശരീരത്തിലാകെ തേച്ചു. അപ്പോഴും മുൽഗലൻ മുനിയെ ഭക്തിയോടെ വന്ദിച്ചു. ഇത്രയുമായപ്പോൾ മുനിക്ക് മുൽഗലനോട് അനുകമ്പ തോന്നി. അദ്ദേഹത്തിൻ്റെ ചിത്തം ആദരമായി. ആവശ്യത്തിനും കഴിഞ്ഞ് മുൽഗലനെ പരീക്ഷിച്ചുവോ എന്ന് പോലും മഹർഷി സംശയിച്ചു. ഉടലോടുകൂടി തന്നെ സ്വർഗത്ത് പോയി സുഖങ്ങളെല്ലാം അനുഭവിക്കട്ടെ എന്ന് മഹർഷി മുൽഗലനെ അനുഗ്രഹിച്ചിട്ട് യാത്രയായി. അല്പം കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്ന് വിമാനവുമായി ഒരു ദേവദൂതൻ മുൽഗലൻ്റെ മുന്നിലെത്തി. സ്വർഗത്തിൽ പോകുന്നതിനായി വിമാനത്തിൽ കയറാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഉടൻ തന്നെ വിമാനത്തിൽ കയറി സ്വർഗത്തിലെത്തി സുഖിച്ചു കളയാം എന്നുള്ള മോഹം മുൽഗലന് ഉണ്ടായില്ല. സ്വർഗത്തെപ്പറ്റി വിശദമായി അറിഞ്ഞതിന് ശേഷം പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം എന്നായിരുന്നു മുൽഗലൻ്റെ ചിന്താഗതി. സ്വർഗത്തിലെ വിശേഷങ്ങളൊക്കെ അറിയിക്കണമെന്ന് മുൽഗലൻ ദേവദൂതനോട് ആവശ്യപ്പെട്ടു. സ്വർഗത്തിലേക്ക് പോകാനുള്ള വിമാനം മുന്നിൽ തയ്യാറായി നിൽക്കുമ്പോൾ അതിൽ ചാടി കയറാതെ സ്വർഗത്തിലെ വിശേഷങ്ങൾ അറിയാൻ ചോദ്യം ചോദിക്കുന്ന ഇവൻ ഒരു മൂഢനാണ് എന്നാണ് ദേവദൂതന് തോന്നിയത്. എങ്കിലും അവൻ സ്വർഗത്തിലെ വിശേഷങ്ങൾ ഓരോന്നായി എണ്ണി എണ്ണി പറഞ്ഞു. അവിടെ വിശപ്പില്ല, ദാഹമില്ല, കുളിരില്ല, ഉഷ്ണമില്ല, ജരയില്ല, നരയില്ല, ശോകമില്ല, രോദനമില്ല. എവിടെയും നയനാനന്ദകരമായ കാഴ്ചകൾ, ശ്രവണേന്ദ്രിയങ്ങൾക്ക് ഇമ്പം നൽകുന്ന ശബ്ദങ്ങൾ, പുഷ്പങ്ങൾ വാടാതെ ദിവ്യഗന്ധം പരത്തി ശോഭിക്കുന്നു. സുഖദുഃഖങ്ങളോ രാഗദ്വേഷങ്ങളോ സ്വർഗവാസികളെ ബാധിക്കുകയില്ല. ഗന്ധർവന്മാർ എപ്പോഴും ഗാനം ആലപിക്കുന്നു. അപ്സര സ്ത്രീകൾ നൃത്തം വയ്ക്കുന്നു. ദേവദൂതൻ പിന്നെയും സ്വർഗത്തിലെ ഗുണഗണങ്ങളെപ്പറ്റി വർണ്ണിക്കാൻ തുടങ്ങിയപ്പോൾ മുൽഗലൻ ചോദിച്ചു, നിങ്ങൾ പറഞ്ഞൊക്കെ ഞാൻ കേട്ടു. എല്ലാം സുഖദായകങ്ങളായ കാര്യങ്ങൾ. ഇനിയും പറയാൻ പോകുന്നതും അപ്രകാരമുള്ളത് തന്നെ ആയിരിക്കുമല്ലോ. എന്നാൽ എനിക്ക് സ്വർഗത്തിലുള്ള ദോഷങ്ങൾ കൂടി അറിയണം. അതുകൂടി പറയുക. ദേവദൂതൻ പറഞ്ഞു, അധികം ദോഷങ്ങളൊന്നുമില്ല. സ്വർഗത്തിലെത്തുന്നവർ അവനവൻ്റെ കർമ്മഫലം അനുഭവിച്ചു തീർന്നാൽ കീഴ്പോട്ട് പതിക്കും. അങ്ങനെ ഒരു ദോഷമുണ്ട്. ഇത് കേട്ടപ്പോൾ മുൽഗലൻ പറഞ്ഞു, ഞാൻ സ്വർഗത്തിലേക്ക് വരുന്നില്ല. കുറച്ചുനാൾ സുഖിച്ചിട്ട് പിന്നീട് വീണ്ടും ദുഃഖത്തിലേക്കല്ലേ പതിക്കേണ്ടത്? സുഖവും ദുഃഖവും ഇല്ലാതെ നിത്യമായി ശാന്തി ലഭിക്കുന്ന സ്ഥലത്തേക്ക് മാത്രമേ ഞാൻ പോകുന്നുള്ളൂ. നിങ്ങൾ വിമാനവുമായി തിരിച്ചു പോയിക്കൊള്ളുക. മുൽഗലൻ ഭൂമിയിൽ തന്നെ തുടർന്നും ജീവിച്ചു. അവൻ്റെ സൽപ്രവൃത്തികൾ തുടർന്ന് നടത്തി. ജ്ഞാനയോഗം കൊണ്ട് ധ്യാനനിഷ്ഠനായി അവസാനം ശാശ്വതമായ വിഷ്ണുപദം പ്രാപിച്ചു. യുധിഷ്ഠിര, സ്വർഗം പോലും ശാശ്വത സുഖം നൽകുന്നില്ല എന്നല്ലേ ഇതിൻ്റെ അർത്ഥം? അപ്പോൾ പിന്നെ ഭൂമിയിലെ കാര്യം പറയാനുണ്ടോ? സുഖവും ദുഃഖവും ഇടകലർന്നു വരും. അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ദുഃഖത്തിൽ വിഷമിക്കേണ്ട. അടുത്ത് തന്നെ സുഖവും വരും. ഇനിയും 2 വർഷം കൂടി കഴിഞ്ഞാൽ നിനക്ക് വീണ്ടും
രാജ്യലബ്ധി ഉണ്ടാകും. ഒട്ടും മനസ്താപപ്പെടരുത്. ഇപ്രകാരം പാണ്ഡവന്മാരെ സമാധാനിപ്പിച്ചിട്ട് വേദവ്യാസൻ അപ്രത്യക്ഷനായി. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ